സമ്പന്നന് എന്നും ഓണം, പാവപ്പെട്ടവന് വർഷത്തിൽ 5 ദിവസം മാത്രം ഓണം. അവന്റെ പ്രശ്നം എന്ന കവിതയിലെ വരികളാണിത്. പ്രശസ്ത കാഥികൻ പ്രൊഫസർ വസന്തകുമാർ സാംബശിവൻ പല വേദികളിലും തന്റെ അച്ഛന്റെ പാതയെ പിന്തുടർന്ന് ഈ ഓണാഘോഷകാലത്ത് സാമൂഹ്യനീതിയെക്കുറിച്ച് ഈ കവിതയിലൂടെ മനുഷ്യരെ ഓർമ്മപ്പെടുത്തുകയാണ്. പടിഞ്ഞാറ്റേ നാരായണൻ കേട്ടോച്ച നമ്മുടെ പഠിക്കൽ വെച്ചെന്നോടു പറയുകയാണ്. അരമാസം ചിൽവാനം അങ്ങോട്ടു ചെല്ലുമ്പോൾ തിരുവോണം ഇങ്ങോട്ട് വന്നു കേറും. അരമാസം ചിൽവാനം അങ്ങോട്ടു ചെല്ലുമ്പോൾ തിരുവോണം ഇങ്ങോട്ട് വന്നു. സമ്പന്നന് എന്നും ഓണം, പാവപ്പെട്ടവന് വർഷത്തിൽ 5 ദിവസം മാത്രം ഓണം. ഈ വൈരുദ്ധ്യമാണ് അവന്റെ പ്രശ്നം എന്ന കഥാപ്രസംഗത്തിന്റെ പ്രമേയം. സാംബശിവന്റെ വിയോഗത്തിന് ശേഷം വേദിയിലെത്താതെ പോയ ഈ കഥാപ്രസംഗം മകൻ വസന്തകുമാറാണ് ഓണക്കാലത്ത് സജീവമായി അവതരിപ്പിക്കുന്നത്. 165 ദിവസവും സമൃദ്ധമായി ഓണം ഉണ്ണുന്നവന് ഓണമെന്ത് ഓണമല്ലാത്തതെന്ത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആണ്ടിലൊരിക്കൽ 5 ദിവസം ദാരിദ്ര്യത്തിൻ്റെ ആ പഴയ കാലത്ത്, ദാരിദ്ര്യം ബഹുഭൂരിപക്ഷം ജനങ്ങളെയും ഗ്രസിച്ചിരുന്ന ആ കാലത്ത് എത്രമാത്രം ആഹ്ലാദത്തോടെയാണ്, എത്രമാത്രം വികാരവായ്പോടെയാണ് ഓണത്തെ വരവേറ്റിരുന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ കവിതയിലെ പ്രതിപാദ്യം. മുത്തച്ഛൻ ഓ നാണുവിന്റെ കവിതയെ ആസ്പദമാക്കിയാണ് അച്ഛൻ സാംബശിവൻ ഈ കഥാപ്രസംഗം തയ്യാറാക്കിയത്. അത് വസന്തകുമാറിലൂടെ വീണ്ടും സാമൂഹ്യ നീതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളായി ഉന്നയിക്കുകയാണ്. തിരുവോണമുണ്ണും മുമ്പ് അവരുടെ ഉള്ളെല്ലാം പരമാനന്ദം കൊണ്ടു നിറയും പോലും. അങ്ങനെ എല്ലാ മനസ്സുകളിലും പരമാനന്ദം നിറഞ്ഞു തുളുമ്പുന്ന ഒരു കാലഘട്ടമാണ് ഓണം. ഇത് കഥാപ്രസംഗകർ ഏറെ പാടി ജനങ്ങളുടെ മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിച്ച ഒരു കാവ്യശകലമാണ്. ആർ അരുൺ രാജ്, റിപ്പോർട്ടർ, കൊല്ലം.